സാന്ദ്ര അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ സാന്ദ്ര പറഞ്ഞ കാര്യത്തിൽ ഞങ്ങളിങ്ങനെ ഓഫീസ് ബെയറേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പിലേക്ക് ആ ഒരു ഇങ്ങനെയൊരു കത്താണ് ഇടുന്നത്. ജനറൽ ബോഡി കൂടാതെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ അറിയിക്കാതെ ഏകപക്ഷീയമായിട്ട് മുഖ്യമന്ത്രിക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ഒരു കത്ത് അയച്ചു. അതിനകത്ത് തന്ന നിർദ്ദേശങ്ങളിൽ സ്വീകരിക്കാൻ പറ്റുന്ന നിർദ്ദേശങ്ങളുണ്ട്, സ്വീകരിക്കാൻ പറ്റാത്ത നിർദ്ദേശങ്ങളുണ്ട്. നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫാസിൽ എല്ലാ ലാംഗ്വേജിലും ഓടി പോയി പടം ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് അവരുടെ കംഫോർട്ടിന് ഇപ്പോൾ വേറൊരു പ്രൊഡ്യൂസറിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൻസറബിൾ ആണ്. മനസ്സിലായി? ഇപ്പോൾ ലാലേട്ടൻ കൂടുതൽ ആന്റണി പെരുമ്പാവൂരിന് വേണ്ടിയിട്ട് പടം ചെയ്യുന്നു, അല്ലെങ്കിൽ അത് അവരവരുടെ കംഫോർട്ടിനനുസരിച്ച് ചെയ്യൂലോ. ഇപ്പം ഞാൻ പറയുന്നത് അന്ന് വെച്ചാൽ പുറത്തും പടം ചെയ്യുന്നുണ്ടല്ലോ. പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ഒരു 4-5 പേരെ ഉദ്ദേശിച്ചിട്ട് മാത്രം ആണ് ഇപ്പം പറയുന്നത്. അത് കണ്ടിന്യൂസ് പടം ചെയ്യുന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും അവർ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് ഞാൻ ഇതിൻ്റെ അകത്തൊരു പവർ ഗ്രൂപ്പ് ഞാൻ സിനിമയിൽ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പം സാൻഡ്ര 8-ാം തീയതി ഈ ഭരണസമിതിക്ക് ഒരു കത്ത് സാന്ദ്രയും ഷീല കുര്യനും കൂടെ സൈൻ ചെയ്തൊരു കത്ത് നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് കത്ത് ഷീല കുര്യൻ തന്നിട്ടില്ല, സാന്ദ്ര തോമസ് ആണ് തന്നത്. സാന്ദ്ര തോമസ് തന്നതിന് ഷീലയുടെ സിഗ്നേച്ചർ കൂടെ ഉണ്ട് ആ കത്തിൽ. ഷീല കുര്യന്റെ സിഗ്നേച്ചർ സാൻഡ്രയുടെ താഴെ ഉണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ, അത് കണ്ടില്ല. സാന്ദ്രയുടെ ലെറ്റർ ഹെഡിലാണ് വന്നത്. സാന്ദ്രയുടെ ലെറ്റർ ഹെഡിൽ വന്ന പരാതിക്ക് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്കാണ് ഞങ്ങൾ മീറ്റിംഗ് വെച്ചത്. അതൊരു 4-5 ദിവസം, ഒരാഴ്ച മുന്നേ അത് അതിന്റെ ഒരു മീറ്റിംഗ് കൂടിയിരുന്നു. ഏത് വനിതാ നിർമ്മാതാക്കളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന് മുമ്പ് അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞങ്ങൾ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. 8-ാം തീയതി ഈ മീറ്റിംഗിന് ശേഷം ഈ കഴിഞ്ഞ ഞായറാഴ്ച സാൻഡ്ര ഒരു ലെറ്റർ സെക്രട്ടറിക്ക് നന്നായിട്ട് നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട്. അതിനെന്തെങ്കിലും മറുപടി എടുത്തായിട്ട് അറിയാം. 8-ാം തീയതി കഴിഞ്ഞ ഞായറാഴ്ച ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ഈ 6-ാം തീയതി മീറ്റിംഗ് പ്രഹസനമായിരുന്നു. ഈ മുഖ്യമന്ത്രിക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അയച്ച കത്തില് ചർച്ച. ഞാൻ പറയട്ടെ, ഒരാളൊരു നിർദ്ദേശം തന്നു എന്ന് വിചാരിച്ച് ആ നിർദ്ദേശത്തിന് ആ ആള് പറയുന്ന രീതിക്ക് അനുസരിച്ച് കൊടുക്കാനായിട്ട് ഒരു അസോസിയേഷന് പറ്റത്തില്ലല്ലോ. അപ്പം ഞാനാണെങ്കിലും ഒരു മനോരമയ്ക്ക് വന്നിട്ട് അല്ലെ ഏഷ്യാനെറ്റിന് വന്നിട്ട് അല്ലെ വേറൊരാൾക്ക് വന്നിട്ട് ഇന്ന നിർദ്ദേശങ്ങൾ ഇവിടെ പാലിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാനായിട്ട് പറ്റുമോ? അത് ഒരിക്കലും പറ്റത്തില്ല. അതിൽ സ്വീകാര്യമായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കാമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇനിയും കൂടുന്ന മീറ്റിങ്ങുകളിൽ നമ്മളെ കൊണ്ടിട്ട് സാധിക്കുന്ന കാര്യങ്ങൾ എടുക്കാമെന്ന് തന്നെയാണ്. ഞാനിപ്പോൾ ഇന്നും സാന്ദ്രയായിട്ട് സംസാരിച്ചാണ്. ഇന്ന് ഈ ന്യൂസ് വന്നു കഴിഞ്ഞിട്ടും ഞാൻ സാന്ദ്രനെ വിളിച്ച് സംസാരിച്ചതാണ്. അപ്പോഴും നമ്മൾ ഇങ്ങനെ തന്നെയാണ്. ഒരു അസോസിയേഷൻ ആകുമ്പോൾ ഞാൻ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. ഞാൻ സംസാരിക്കുന്ന രീതി ആയിരിക്കത്തില്ല ഒരു സീനിയർ ആളെ സംസാരിക്കുന്ന ടോണ്. അപ്പോൾ അതിനെല്ലാം വ്യത്യാസമുണ്ട്. ചിലർ അടിച്ചമർത്തി സംസാരിക്കുമായിരിക്കും, ചിലർ ഒരു പൊളൈറ്റായിട്ട് സംസാരിക്കും, ചിലർ ഡിപ്ലോമസിയിൽ സംസാരിക്കുമായിരിക്കും. അങ്ങനെ പല ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഒരാൾ ഞാനൊരു തമാശ പറഞ്ഞാൽ ചിലപ്പോൾ അത് സ്വീകരിച്ചേക്കും. അല്ല, ഞാൻ പറഞ്ഞ സാന്ദ്ര ചിലപ്പോൾ വേറൊരാൾ തമാശ പറയുന്നതായിട്ട് ആൾക്ക് തോന്നത്തില്ലായിരിക്കാം. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. എന്നോട് ഇങ്ങനെയായിരുന്നു സംസാരിക്കേണ്ടത്, എന്നോട് ഇങ്ങനെ പറയാവുള്ളായിരുന്നു എന്നൊക്കെ ഇപ്പോൾ ഒരാൾ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ എന്ത് പറയാനായിട്ട് പറ്റും? ഇനിയിപ്പോൾ വനിതാ നിർമ്മാതാക്കളോട്ട് ഇപ്പോൾ സാൻഡ്ര ഇൻക്ലൂഡിങ് സാൻഡ്ര അവരുമായിട്ട് ഇനിയൊരു മറ്റൊരു മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ചർച്ചയിലേക്ക് അസോസിയേഷൻ ഇപ്പോൾ അടുത്ത് കിടക്കും. തീർച്ചയായിട്ടും അന്നുള്ള മീറ്റിംഗ് കൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് വീണ്ടും ഇരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഇന്ന കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാം. അപ്പം ഞാൻ അന്ന് ഉണ്ടായിരുന്നല്ലോ ആ മീറ്റിങ്ങിന്. അപ്പോൾ പൂർണ്ണമായിട്ടുണ്ടായിരുന്നു, മുഴുവൻ സമയം ഉണ്ടായിരുന്നു. അല്ലാണ്ടിട്ട് ഒരു 80% ഉണ്ടായിരുന്നു, 20% ഞാൻ ഇല്ലായിരുന്നു, അങ്ങനെയല്ല. തുടക്കം മുതലേ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ എന്താ നടന്നതെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ അകത്ത് തന്ന നിർദ്ദേശങ്ങളിൽ സ്വീകരിക്കാൻ പറ്റുന്ന നിർദ്ദേശങ്ങളുണ്ട്, സ്വീകരിക്കാൻ പറ്റാത്ത നിർദ്ദേശങ്ങളുണ്ട്. നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വേർതിരിച്ചുകൊണ്ടിട്ട് നമുക്ക് ഒരിക്കൽ കൂടി ഇരിക്കാമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സാൻഡ്ര പറയുന്ന മറ്റൊരു ആരോപണം, ഈ മറ്റ് അംഗങ്ങളുടെ ചർച്ചയില്ലാതെ അല്ലെങ്കിൽ ജനറൽ ബോഡി കൂടാതെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ അറിയിക്കാതെ ഏകപക്ഷീയമായിട്ട് മുഖ്യമന്ത്രിക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ഒരു കത്ത് അയച്ചെന്ന് സാൻഡ്ര ആരോപിക്കുന്നുണ്ട്. അതിലെന്തൊരു വസ്തുത? അല്ല, അതിൻ്റെ അകത്ത് സാന്ദ്ര അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ സാന്ദ്ര പറഞ്ഞ കാര്യത്തിൽ ഞങ്ങളിങ്ങനെ ഓഫീസ് ബെയറേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പിലേക്ക് ആ ഒരു ഇങ്ങനെയൊരു കത്താണ് ഇടുന്നത്. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ, ഈ കൊടുക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസപ്പെട്ട് കൊടുക്കണോ, എന്തെങ്കിലും സെൻറ്റൻസ് ചേർക്കണോ അല്ലെങ്കിൽ കളയണോ എന്നൊക്കെ നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് ഈവൻ കൊടുത്തത്. അന്നാണ് കേട്ടോ എനിക്കറിയാവുന്നത്. കാരണം അതെല്ലാം ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടാണല്ലോ ചെയ്യുന്നത്. അമ്മയും ഒരു സ്വകാര്യ ചാനലുമായി നടത്തിയ ഒരു പരിപാടിയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ നിർമ്മാതാക്കളെ വിളിച്ചില്ല. അപ്പോൾ അമ്മയുടെ ഉപഗ്രൂപ്പാണോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനെന്തെങ്കിലും മറുപടിയാണ്? അല്ല, ഇതൊക്കെ ഞങ്ങളുടെ കൂടെയുള്ള പ്രൊഡ്യൂസേഴ്സിൻ്റെ അംഗമായിട്ടുള്ള ഒരു സാന്ദ്ര തോമസ് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുമ്പോൾ അത് നമുക്ക് അറിയത്തില്ല. ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഉപസംഘടനയാണോ നിർമ്മാതാക്കളുടെ സംഘടന എന്നുള്ളത് എനിക്കറിയില്ല. എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല.
അത് സാന്ദ്ര തോമസ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് നിവിൻപോളിയുടെ വിഷയം നിർമ്മാതാക്കളുടെ സംഘടന പെട്ടെന്ന് ഒരു റിയാക്ഷനായിട്ട് വന്നു. മറ്റ് സ്ത്രീകളുടെ ഒരു വിഷയം നിർമ്മാതാക്കളുടെ സംഘടന രംഗത്ത് വന്നില്ല. അത് വലിയൊരു ആരോപണമാണ് സാന്ദ്ര ഉന്നയിച്ചത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇരട്ടത്താപ്പുണ്ടോ നിർമ്മാതാക്കളുടെ സംഘടന? അല്ല, ഒരിക്കലും ഇല്ല. അത് നിവിൻ പോളിയുടെ കാര്യത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഫേക്കാന്ന് ഉടനെ തന്നെ പുള്ളി പ്രസ് മീറ്റ് പിവിൻ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് നമ്മുടെ സെക്രട്ടറി ഒരു ലെറ്റർ ഈവൻ കൊടുത്തത്. അത് സത്യമാണ്. അന്ന് വെച്ച് അത് ആള് തന്നെ പിയും അന്ന് പറഞ്ഞല്ലോ, മറ്റാരും വന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ടിട്ടാണ് അങ്ങനെ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ നിന്ന് ലെറ്റർ കൊടുത്തത്. താരസംഘടനയും നിങ്ങളെല്ലാവരും ഒരുമിച്ച് പോകുന്ന നിർമ്മാതാക്കൾ താരസംഘടന കൂട്ടത്തോട് പിരിച്ചുവിടുന്നു. താരസംഘടന ഒരു വിഷയം പറയാൻ പോലും നിങ്ങൾക്ക് തന്നെ നിർമ്മാതാക്കൾക്ക് എന്തെങ്കിലും വിഷയം വന്നാണ്, താരങ്ങളുമായിട്ട് വിഷയം വന്നാൽ പറയാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലാണ് താരസംഘടന നിലനിൽക്കുന്നത്. അത്തരം ഒരു പിരിച്ചുവിടലും ഒളിച്ചോട്ടവും താരസംഘടന നടത്തിയെന്ന് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് തോന്നുന്നു. അല്ല, അങ്ങനെയല്ല. അതിപ്പം പലർക്ക് പല അഭിപ്രായങ്ങൾ പിയും പറയാമല്ലോ. അപ്പോൾ ചിലർ പിയും പറയുന്നുണ്ടായിരുന്നു വേണ്ട, എല്ലാം കൂടെ എല്ലാവരോടും ഒരുമിച്ച് രാജിവെക്കേണ്ട. അതൊക്കെ വ്യക്തിപരമായിട്ട് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യത്യാസമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പം അവരാണല്ലോ രാജിവെച്ചത്. അതിൻ്റെ നമുക്കിപ്പോൾ എന്താ, നമുക്ക് പുറത്തു നിന്ന് ഒരു അഭിപ്രായങ്ങൾ മാത്രം പറയാനല്ലേ പറ്റുള്ളൂ. സാന്ദ്രയുടെ വിഷയത്തിൽ അടിയന്തരമായ ഒരു മീറ്റിംഗ് ചേരാൻ എന്തെങ്കിലും തീരുമാനമുണ്ട്? അല്ല, സാന്ദ്രയുടെ വിഷയത്തിൽ അടിയന്തരമായിട്ട് മീറ്റിംഗ് ചേർന്നിരുന്നു. വീണ്ടും അവരുടെ പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നു. അല്ല, നമ്മളിപ്പോ ആ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചേർന്ന് തീരുമാനം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ലാസ്റ്റ് മീറ്റിംഗിൽ. ഇനിയിപ്പോൾ അടുത്ത എക്സിക്യൂട്ടീവ് കിട്ടിയ അടുത്ത ആഴ്ച ഉണ്ടല്ലോ. അപ്പൊ നമ്മളത് ചേർത്ത് വെച്ചുകൊണ്ടിട്ട് സംസാരിക്കും.